ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന LGS ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് കുറച്ചേറെ ദിവസങ്ങളായിട്ട് ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് അവസാനിപ്പിച്ച എവിടെയാണ്? വിസർജന വ്യവസ്ഥയിലാണ്. വിസർജന വ്യവസ്ഥ തുടങ്ങിയ സമയത്തെ ഞാൻ പറഞ്ഞിരുന്നു 2 വീഡിയോ ക്ലാസ്സുകളിലായിട്ടാണ് നാം എന്ത് ചെയ്യുന്നത്? വിസർജന വ്യവസ്ഥ എന്നുള്ള ആ ഒരു ഭാഗം പൂർത്തീകരിക്കപ്പെടുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് വിസർജന വ്യവസ്ഥയുടെ 2ാമത്തെ ഭാഗം പഠിച്ചുകൊണ്ട് വിസർജന വ്യവസ്ഥ എന്നുള്ള ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. കാരണം സ്ഥിരം കുറെ വ്യൂവേഴ്സ് ഉണ്ട്. അവരുടെ കമന്റ്സിൽ നിന്ന് തന്നെ എനിക്കറിയാം എത്ര ആകാംക്ഷയോട് കൂടിയിട്ടാണ് അവർ പഠിച്ചു തീർക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുവാണ്. നിങ്ങളും പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ വൃക്കകളുടെ ധർമ്മം എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ശരീരദ്രവങ്ങളുടെ ഗാഠത പരിപാലിക്കുന്നതിൽ വൃക്കകൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇവ രക്തത്തിലെ ജലത്തിന്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്നുണ്ട്. നമ്മുടെ തെറ്റായ ആരോഗ്യശീലം കൊണ്ടും ജീവിതശൈലി രോഗം കൊണ്ടും രോഗാണുബാധ കൊണ്ടുമൊക്കെ വൃക്കകൾക്ക് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ വൃക്കകൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് നെഫ്രൈറ്റിസ്, വൃക്കയിലെ കല്ല്, യുറീമിയ. ഓക്കെ, നെഫ്രൈറ്റിസ്, വൃക്കയിലെ കല്ല്, യുറീമിയ എന്നിവ വൃക്കകൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ്. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുബാധ കൊണ്ടോ വിഷബാധ കൊണ്ടോ വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം, അതാണ് ഇതെന്ന് പറയുന്ന നെഫ്രൈറ്റിസ്. ഓക്കെ, അണുബാധ മൂലമോ വിഷബാധ മൂലമോ വൃക്കകൾക്കുണ്ടാകുന്ന ഒരു വീക്കം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെഫ്രൈറ്റിസ്. അങ്ങനെ ഒന്നും പഠിച്ചു വെക്കേണ്ട, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വൃക്കയെ ബാധിക്കുന്ന രോഗമാണെന്ത്? നെഫ്രൈറ്റിസ്. വൃക്കയ്ക്കുണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് വൃക്കയിലെ കല്ല്. വളരെ ഫെമിലിയർ ആയിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ് വൃക്കയിലെ കല്ല്. വൃക്കയിലെ കല്ലിന് കാരണം എന്ന് പറഞ്ഞാൽ വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടി ഉണ്ടാവുന്നതാണ് എന്താ? വൃക്കയിലെ കല്ല്. അപ്പൊ വൃക്കയിലെ കല്ല് രൂപപ്പെടുന്നത് കാൽസ്യം, അതായത് കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടിയാണ് വൃക്കയിലെ കല്ല് രൂപപ്പെടുന്നത് അല്ലെ? വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നതാണ് കാൽസ്യം ഓക്സലേറ്റ്. ഇനി മറ്റൊരു ഡിസീസ് ആണ് യുറീമിയ. യുറീമിയയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ പലതരം വൃക്ക രോഗങ്ങൾ, നെഫ്രൈറ്റീസ്, രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ പ്രമേഹം, ഇവയൊക്കെയാണ് യുറീമിയയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഡിസീസാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ SCERT പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ വൃക്ക രോഗങ്ങൾ അതിരൂക്ഷമാകുന്ന അല്ലെങ്കിൽ അതിമാരകമാകുന്ന അവസ്ഥയിൽ വൃക്ക രോഗങ്ങൾ അതിമാരകമാവുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും? വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റാതെ അത് രക്തത്തിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് അല്ലെ? കാരണം വൃക്ക ഫംഗ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? മാലിന്യങ്ങൾ അരിച്ചു മാറ്റാതെ അത് രക്തത്തിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയെ വിളിക്കുന്നതാണ് ഹെമറ്റൂറിയ. ഓക്കെ, മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ. വൃക്കകൾ തകരാറിലാകുമ്പോൾ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം വൃക്കകൾ പ്രവർത്തനക്ഷമമാകുന്ന സമയങ്ങളിലാണ് എന്ത് നടത്തുന്ന? ഹീമോഡയാലിസിസ് നടത്തുന്നത്. അതായത് ഒരു കൃത്രിമ വൃക്കയുടെ സഹായത്തോട് കൂടിയിട്ട് രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്ന ഹീമോഡയാലിസിസ്. കൃത്രിമ വൃക്ക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ഡച്ച് ഡോക്ടറായിട്ടുള്ള വില്യം ജൊഹാൻ കോഫ് ആണ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. കൃത്രിമ വൃക്ക ആദ്യമായി രൂപകൽപ്പന ചെയ്തതാണ് ഇത് വില്യം ജൊഹാൻ കോഫ് എന്ന് പറയുന്ന ഡച്ച് ഡോക്ടറാണ് അല്ലെ? നമുക്കറിയാം രക്തം ശുദ്ധീകരിക്കുന്നതിന് ഒരു വൃക്കയുടെ സഹായം മതിയാകും. പക്ഷേ എന്നാൽ ഒരു വ്യക്തിയുടെ ഇരുവൃക്കകളും തകരാറിലാകുമ്പോൾ എന്ത് ചെയ്യും? ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പൂർണ്ണ പ്രവർത്തനമായിട്ടുള്ള ഒരു വൃക്ക സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്രവർത്തനക്ഷമമായ വൃക്ക അവിടുന്ന് നീക്കം ചെയ്യുന്നില്ല. പുതിയ വൃക്ക സ്വീകരിച്ച പഴയ വൃക്കയുടെ ചുവടെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് പഠിച്ചു? വൃക്കാധമനിയും വൃക്കാസിരയും ഒക്കെ പഠിച്ചല്ലേ? അപ്പം ഈ പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ വൃക്കാധമനിയുമായും സ്വീകർത്താവിൻ്റെ വൃക്കാധമനിയുമായും വൃക്കാസിരയുമായും ബന്ധിപ്പിക്കുന്നു. പുതിയ വൃക്കയുടെ മൂത്രവാഹി സ്വീകർത്താവിൻ്റെ മൂത്രസഞ്ചിയുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ആദ്യമായിട്ട് ഹൃദയമല്ല വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ജോസഫ് ഇ മുറെ. ഇതിനെക്കുറിച്ച് തർക്കങ്ങൾ നമുക്ക് പല റാങ്ക് ഫയലും പല രീതിയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം SCERT പുസ്തകത്തിൽ പറയുന്നത് ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാണ്? ഡോക്ടർ ജോസഫ് ഇ മുറെ ആണെന്നാണ് പറയുന്നത്. PSCയുടെ ആൻസർ എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളത് പലരും ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിട്ടും പക്ഷേ ഇതുവരെ വ്യക്തമായിട്ടൊരു മറുപടി ലഭിച്ചിട്ടില്ല. എന്താണെങ്കിലും ഓർത്ത് വയ്ക്കുക, ഡോക്ടർ ജോസഫ് ഇ മുറെയാണ് എന്ത് ചെയ്യുന്ന
SCRT പുസ്തക പ്രകാരം ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അപ്പോൾ ഈ ക്ലാസ്സിലും ഇന്നലത്തെ ക്ലാസ്സിലൂടെയും നമ്മൾ കുറേ കാര്യങ്ങൾ വൃക്കകളെ കുറിച്ച് പഠിച്ചു. ഇന്ന് പറഞ്ഞതിനകത്ത് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങൾ, പിന്നെ ഹീമോ ഡയാലിസിസ്, കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തതാര്, അതുപോലെ തന്നെ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര്. ഇത്രയും കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ടും ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ജീവികളിലെ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളിലെ വിസർജന അവയവം അതെന്താണെന്ന് പഠിച്ചു വെക്കണം. കാരണം PSC നമ്മളോട് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കാറുണ്ട് മണ്ണിരയുടെ അല്ലെങ്കിൽ അമീബയുടെ, ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് വിസർജന അവയവം ഏത്. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കിപ്പോ. ഇനി നമുക്ക് പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ജീവികളും അവയുടെ വിസർജന അവയവമാണ് നോക്കാൻ പോകുന്നത്. അമീബ. അമീബയ്ക്ക് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊരു വിസർജന അവയവം പറയാനില്ല. അപ്പോൾ അത് അതിൻ്റെ ശരീരത്തിനുള്ളിലെത്തുന്ന അമോണിയയും അധികമായി എത്തുന്ന ജലവും സങ്കോച ഫേനം വഴിയാണ് പുറന്തള്ളുന്നത്. അപ്പം നമുക്ക് ഓർത്ത് വയ്ക്കാം അമീബയുടെ വിസർജന അവയവം എന്ന് പറയുന്നത് എന്താണ്? സങ്കോച ഫേനമാണെന്ന് പഠിച്ചു വെക്കുക. ദെൻ ഷഡ്പദങ്ങളുടെ അതായത് ഇൻസെക്ട്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെങ്കിൽ വിസർജന അവയവം എന്ന് പറയുന്നത് മാൽപീജിയൻ നളികകളാണ്. ഓക്കെ, മാൽപീജിയൻ നളികകൾ. ദെൻ മണ്ണിരയുടെ വിസർജന അവയവമാണ് നെഫ്രീഡികൾ. അതുപോലെ തന്നെ മത്സ്യം, പക്ഷികൾ, ഉരകങ്ങൾ, തവള ഇവയുടെയൊക്കെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് വൃക്കകളാണ്. അപ്പോൾ ഇത്രയും ജീവികളുടെ കാര്യമാണ് നമുക്ക് എന്തിൽ തന്നിരിക്കുന്നത്? ഈ SCRT പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ ചിലപ്പോൾ കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയത്ത് കിട്ടും. നമുക്കൊരു 2-3 ക്ലാസ്സും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത ക്ലാസ്സിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. സാധാരണ നമ്മൾ ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നതായിരിക്കും.